ആ ആനന്ദേട്ടാ പറയടാ. എന്താണ് പരിപാടി? സ്ഥിരം പരിപാടി തന്നെ, കുക്കിംഗ്. ഞാനിവിടെ ബോറടിച്ചിരിക്കുകയായിരുന്നു. തുടങ്ങിക്കളെ. ആനന്ദേട്ടാ, എനിക്ക് 2 കാര്യത്തിലേ വിഷമമുള്ളൂ. എന്താടാ? ഒന്ന്, എനിക്ക് ആനന്ദേട്ടനെ പോലൊരു ബ്രദറിനെ കിട്ടിയില്ല. വിനു, ഈ ലോകത്തിലെ ഏറ്റവും ഒഴുക്കുള്ള ബന്ധം ഏതാണെന്നറിയും നിനക്ക്? അത് ഈ അളിയനും അളിയനും തമ്മിലുള്ള ബന്ധമാണ്. പ്രേമബന്ധത്തിന് പോലും ഇല്ലടാ ആ ഒരു ഫ്ലോ. ആനന്ദേട്ടാ, ഞാൻ പിന്നെ വിളിക്കാം. എന്തോ ആടാ ഇത്? പ്രേമമെന്ന് കേട്ടാ ഉടനെ. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നടക്കാനാണോ നിന്റെ പ്ലാൻ? ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് മറക്ക്. ഡാ, നിന്റെ മനസ്സിൽ എത്ര ആഴത്തിൽ അവള് തറച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. അത്രയും ആഴത്തിൽ ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ നല്ല മനസ്സുള്ള ആണുങ്ങൾക്കേ പറ്റൂ. അത് തന്നെയാണ് എന്റെ പെങ്ങളെ നിനക്ക് കെട്ടിച്ചേരാൻ ഞാൻ നിന്നിൽ കണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി. അവളുടെ ഫോട്ടോ ഉണ്ടോ നിന്റെ കയ്യിൽ? ആരുടെ? അഞ്ജലിയുടെയോ? അഞ്ജലിയുടെ അല്ല, നിന്റെ പഴയ കാമുകിയുടെ. നിന്റെ മറ്റേ അഴകിയ ലൈല. ഇല്ല. ഇല്ലേ? ഇല്ല എന്നാ തോന്നുന്നു. കാണും, എനിക്കറിയാം. വേണമെങ്കിൽ ഒപ്പിക്കാം. എന്നിട്ട് നീ ആ ഫോട്ടോ എടുത്ത് അതങ്ങ് കത്തിച്ച് കളയണം, കത്തിച്ച് ചാരമാക്കണം. അങ്ങനെ ചെയ്താൽ ഒരാളെ എളുപ്പത്തിൽ മറക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ചെയ്യാം. പക്ഷെ ആനന്ദേട്ടൻ എൻ്റെ 2ാമത്തെ വിഷമം കൂടെ കേൾക്കണം. അതാരാടാ ഇനി വേറൊരുത്തി? അതല്ല ആനന്ദേട്ട. ഓർമ്മയുണ്ടോ ആനന്ദേട്ട, അന്ന് അഞ്ജലിയുടെ കാര്യം പറഞ്ഞ് എന്നെ ആദ്യമായിട്ട് നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്തു. അന്ന് മുതൽ എന്നെ നിർത്താതെ ഫോൺ വിളിച്ച് ഒരേട്ടനെ പോലെ കൂടെ നിന്ന് എൻ്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഇന്നീ കാണുന്ന വിനുവാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ആനന്ദേട്ടൻ ഒരു ഫാമിലി ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്ക് കാണണം. അത് നടക്കില്ല വിനു. നടക്കും. ആനന്ദേട്ടൻ പറ, എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? നീ എത്ര നിർബന്ധിച്ചാലും അത് ഞാൻ പറയില്ല. എനിക്ക് ക്ഷീണമാ. അല്ലല്ല, ആ ക്ഷീണമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ വേറെ കുറെ പ്രശ്നങ്ങളുണ്ട് വിനു. അതൊന്നും കുഴപ്പമില്ല. ആനന്ദേട്ടനെ ഏട്ടത്തെയും വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഇല്ല വിനു, ആ സ്നേഹമൊക്കെ എങ്ങോട്ട് പോയി? പഴയ ഇഷ്ടങ്ങളൊന്നും അങ്ങനെ മറക്കാൻ പറ്റില്ല ആനന്ദേട്ട. ഒരു കാര്യം ചെയ്യും, ആനന്ദേട്ടൻ്റെ ഫോണിൽ ഏട്ടത്തിയമ്മയുടെ ഫോട്ടോ ഇല്ലേ? ഉണ്ടാകാൻ സാധ്യതയില്ല. എന്തിനാ? ആനന്ദേട്ടൻ അതെടുത്ത് ഫോണിൻ്റെ വാൾപേപ്പറാക്കി വെക്ക്. അങ്ങനെ ഡെയിലി ഏട്ടത്തമ്മയുടെ ഫോട്ടോ കാണുമ്പോൾ ആനന്ദേട്ടൻ്റെ മനസ്സൊക്കെ മാറും. അത് വേണോ? വേണം. ഞാൻ ഫോട്ടോ കത്തിക്കണമെങ്കിൽ ആനന്ദേട്ടൻ ഇത് ചെയ്യണം. ആനന്ദേട്ടൻ്റെ വിനുവാണ് ഈ പറയുന്നത്. ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഈ കല്യാണത്തിന് ഫോട്ടോ എടുക്കുമ്പോൾ എൻ്റെ അഞ്ജലിയുടെയും ഒരു സൈഡിൽ ആനന്ദേട്ടനും മറ്റേ സൈഡിൽ ഏട്ടത്തെയമ്മയും, നടുക്ക് കുഞ്ഞും വേണം. ശരി.
ആനന്ദേട്ടാ, എൻ്റെ ഏട്ടത്തമ്മയുടെ ഫേവറേറ്റ് കളർ ഏതാ? ഓ, അതൊരു വല്ലാത്ത കളറാടാ. ഞാൻ തന്നെ ഒരു 3-4 പ്രാവശ്യം എടുക്കാൻ നോക്കിയിട്ട് അങ്ങോട്ട് ഏറ്റില്ല. ശേ, നീ അത് കാര്യമാക്കണ്ട. നിനക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ ഇങ്ങോട്ട് എടുത്തോണ്ട് പോരും. അത് പറ്റില്ല. ആനന്ദേട്ടൻ പറഞ്ഞു, എൻ്റെ ഏട്ടത്തമ്മേനെ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ എനിക്കൊന്ന് ഞെട്ടിക്കണം. ഏത് കളറാന്ന് ചോദിച്ചാ എടാ, അത് കളറിന്റെ പേര് എടാ, എന്റെ ക്വാർട്ടേഴ്സിന്റെ മുറ്റത്ത് നിൽക്കുന്ന ഈ അല്ലെങ്കിൽ വേണ്ട, ആനന്ദേട്ടൻ പറയണ്ട. ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. കളറ് പറയാതെ തന്നെ ഏട്ടത്തേമ്മയെ ഞെട്ടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആ, എന്നാ ഓക്കെ. ആ നിങ്ങളെ അഞ്ജലി ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ എന്നെത്തും? ഞാൻ വരും. അവിടെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് മോനെ? ആ അമ്മേ, സുഖമാണ്. എന്താ കഴിച്ചേ? കഴിച്ചത് ബർഗറും കോക്കും. അവിടെ എന്ത് മീനാന്ന് കിട്ടിയത്? മീൻകാരൻ ഇതുവരെ വന്നില്ല. ആ മിനിമോനെ, ഓ മോൻ വരുമ്പോ എനിക്കൊരു ചെറിയ പ്രൊമാക്സ്. അത് മതിയോ? ഞാൻ പറഞ്ഞ മറക്കണ്ടേട്ടാ. മാക്കല്ലേ മോനെ? ഫോൺ ഇതുവരെ വെച്ചില്ലേ? 25 മിനിറ്റ് ആയല്ലോ. അച്ഛാ, അഞ്ജലി കാശ് വെറുതെ കളയണ്ട. മോൻ ഫോൺ വെച്ചോ, അവളിവിടെ ഇല്ല. വരുമ്പോ വിളിക്കാൻ പറ. അഞ്ജലിക്ക് ആരടാ എൻ്റെ ഇരട്ട പേര് പറഞ്ഞു കൊടുത്തു? ഏതരട്ട പേര്? അത് എൻ്റെ വായിന്ന് കേൾക്കണുണ്ടോ? ഞാൻ ആർക്കും പേരൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഞാൻ എൻ്റെ ഇരട്ട പേര് പറഞ്ഞു കൊടുത്തിരുന്നു. അതേതാ നിന്റെ ഇരട്ട പേര്? കേക്കട്ടെ. പറുപേരുടെ ഞാൻ. അച്ഛ, ഈ നായിന്റെ മോനാണ് എൻ്റെ ഇരട്ട പേര് അഞ്ജലിക്ക് പറഞ്ഞു കൊടുത്തു. വിനു, അച്ഛൻ്റെ മോൻ. പയറുപ്പേരിന്നല്ലേ? അതിപ്പോ ആർക്കറിയാത്തത്? ഐഫോണാ? അമ്മേ, കാര്യം ഞങ്ങൾ കാണുമ്പോൾ അടിയാണെങ്കിലും ഏട്ടന് സ്നേഹമുണ്ട്. താങ്ക് യു ബ്രോ. എടാ, ഇത് നിനക്കുള്ളതല്ല, ഇത് ആനന്ദേട്ടനുള്ളതാണ്. ആ, അച്ഛന് ടൈഗർ ബാം പൊളിക്ക്. ഓക്കെ, അമ്മയ്ക്ക് സോപ്പ്, നിനക്ക് ചോക്ലേറ്റ്. എടാ നീ എന്തിനാ ചമ്മന്നേ? ഇവിടെ ഒരാളെ കണ്ടില്ലേ? ഫോണിന്റെ സിം വരെ ഒരു കൈ പിടിച്ചിരിക്കുക. നിനക്ക് അത്രയ്ക്കൊന്നും പറ്റിയില്ലല്ലോ. അളിയ, നീ ഇത്രയ്ക്ക് ലോലാവരുത്. നീ അല്ലടാ പട്ടി എനിക്ക് ആ പേരിട്ടത്. എടാ, അതിന് പകരം നീ എനിക്കൊരു 10 പേരെങ്കിലും ഇട്ടിട്ടുണ്ടല്ലോ. പറഞ്ഞിട്ടെന്താ? അഞ്ജലിയുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കുമെന്ന് ആലോചിക്കുമ്പോഴാണ്. നീ ചുമ്മാ ടെൻഷൻ അടിക്കായിരിക്കും. അവളതൊക്കെ എന്നേ മറന്നു കാണും. മറന്നിട്ടുണ്ടാവും അല്ലേ? പിന്നെ ചിലരൊന്നും മറക്കൂല. നിർത്തി. റൊമാൻസ് പിടി. എടാ, മസിൽ പിടിക്കാനല്ല, റൊമാൻസ്. കാട്ടുകുറുക്കന്റെ കല്യാണം കളി മാറി 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 മാറി. കൂടയരി പൊരി വെയിലുണ്ട്, മഴയുണ്ട്, ഉണ്ട് ഉണ്ട് ഉണ്ട്. നടക്കാൻ പോണത് വഴിക്കിട്ട് തടയണം മോനെ 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 മോനെ. കാണാൻ പോണത് കമ്പക്കെട്ട് ചതറണ കൂത്ത് 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 കൂത്ത്. എട്ടാം പണി ഊര. കെട്ടാണി തീര. ചുട്ടാണി ഏതോ കുളികന്റെ അപാരം പോലെ. ഫ്രണ്ട്സ് ഉണ്ട്, അവരെ പയറുപ്പേരിന്ന് വിളിച്ച്. നിലവാരമില്ലാത്ത ഫ്രണ്ട്സ്. എൻ്റെ ഫ്രണ്ട്സാ അവന്മാരാ പേരിട്ടത്, നിലവാരമില്ലാത്തവന്മാർ. പക്ഷെ എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്ക് വിനുന്ന് വിളിക്കുന്നതിനേക്കാളും ഇഷ്ടം പയറുപ്പേരിന്ന് വിളിക്കുന്നത്. ഞാനതൊക്കെ ആ സ്പിരിറ്റിൽ എടുക്കാറുള്ളൂ. എന്നാ ഞാനും പയറുപ്പേരിന്ന് വിളിച്ചാ പോരെ? ഇല്ല, അത്രയ്ക്ക് സ്പിരിറ്റ് ഇല്ല. സുഖാണോ? സുഖാണ്. കുറേ നാളായി കണ്ടിട്ട്. നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നേ? അല്ല, അപ്പം കുറേ ആയല്ലോ. ആ